Good morning. Welcome to Doctor's Talk once again. ഇന്നലെ ലോക പ്രമേഹ ദിനമായിരുന്നു. ഒരുമാതിരി ഇപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റേതായ ഓരോ ദിവസങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആയിരുന്നു. അന്നൊരു പ്രോഗ്രാം അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ ലോക പ്രമേഹ ദിനം വേൾഡ് ഡയബറ്റിക് ഡേ ആണ്. വീണ്ടും വന്നു എല്ലാ വർഷവും ഉണ്ട് നവംബർ 14-ാം തീയതി. ഇപ്പം ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നതിനെയാണ് നമ്മൾ ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ച ഒരു മഹാൻ ബാൻഡിങ് ആൻഡ് ബെസ്റ്റിലെ ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് നവംബർ 14-ാം തീയതി ഈ ദിനമായിട്ട് ആചരിക്കാൻ ഇങ്ങനെ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത്. അപ്പം എല്ലാ വർഷവും ഇങ്ങനെ ഒരു തീം കൊടുക്കാറുണ്ട്. ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു പ്രമേയം, അതായത് നമ്മൾ ഈ വർഷമായിട്ട് എടുത്തിരിക്കുന്ന പ്രമേയം ആരോഗ്യകരമായ ജീവിതവും പ്രമേഹത്തെ ചെറുക്കുകയും എന്നുള്ള ഒരു വിഷയമാണ്. അതായത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിൽ തന്നെ നമ്മൾ പ്രമേഹത്തെ ചെറുക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. കുടുംബങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നമ്മൾ ചിട്ടയായ ഒരു ജീവിതശൈലി ക്രമീകരിക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ എല്ലാവരും എണീക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലീജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമാണ്. അതെ. ഈ ഡയബറ്റീസ് ഇപ്പം ഓരോ കാലങ്ങളായിട്ട് ഡയബറ്റീസിൻ്റെ തോത്, അതായത് നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ ലെവലിൻ്റെ തോത് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിന് ഓൾട്ടറേഷൻസ് വരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാൽക്കുലേഷൻ അനുസരിച്ച് ഡയബറ്റീസ് ആണ് എന്ന് പറയുന്ന സാഹചര്യം എന്താണ്? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മൾ ആഹാരം കഴിക്കാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ 126 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ 200 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസം ഒരു ശരാശരി പരിശോധനയുണ്ട് HbA1c ഗ്ലൈക്കോസിലേറ്റ് ഹീമോഗ്ലോബിൻ, അത് 6.5-ന് മുകളിലാണെങ്കിൽ പ്രമേഹമുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഈ വേൾഡ് ഡയബറ്റിക് ഡേയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പൊതുവേ നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലൊരു ദൃശ്യമാധ്യമത്തിലാണെങ്കിലും അതോ ഇനിയിപ്പോൾ റേഡിയോ ആണെങ്കിലും ഇനി എഴുതുന്ന പത്രമാസിക അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിലാണെങ്കിലും എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. തീർച്ചയായിട്ടും അല്ലേ? കൂടുതലും അതിനെക്കുറിച്ചാണ്. ഇതൊന്നും അധികം സംസാരിക്കാത്ത എന്നാൽ അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വേണമെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ കമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന സാധനമുണ്ട്. അതിനൊരിക്കലും നമ്മൾ അധികം പറഞ്ഞു കേൾക്കാറില്ല. അതെന്താ? അത് കാരണം എന്താ? അതിനെക്കുറിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന പ്രമേഹ രോഗമാണ്. പണ്ട് അതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുമായിരുന്നു. അതായത് 15 വയസ്സിന് താഴെ പ്രമേഹ രോഗം ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ, അതിനാണ് ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ജുവനൈൽ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് അധികം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. അതെ. അതുപോലെ കുട്ടികളിൽ വരുന്നൊരു കാര്യമായതുകൊണ്ട് ഇത് കണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണങ്ങൾ ഇത് ഇന്നതാണോ എന്ന് സംശയിക്കത്തക്കവണ്ണം എന്ത് കാണുമ്പോഴാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ? നമ്മുടെ കുട്ടികൾക്ക് അവർ കൂടെ മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുക, അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ട് വെയിറ്റ് കുറയുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രക്തപരിശോധന നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്ക് ഏത് ലെവലിലേക്കും ഉയരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വിപത്തല്ല. അതിനെ നമ്മൾ സുധീരം നേരിട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ ചികിത്സിക്കുകയാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നില്ല, കൺട്രോളിൽ നിൽക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ കൺട്രോളിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് മറ്റ് പ്രമേഹക്കാർക്ക് വരുന്ന പോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, അതായത് ഇവരുടെ റെട്ടിനോപ്പതി, കണ്ണുകളുടെ കാഴ്ച പോവുക, ഡയബറ്റിക് നെഫ്രോപ്പതി, കിഡ്നിക്ക് അപകടമുണ്ടാകുക, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിലേക്ക് പോവുക, കാലുകൾക്ക് ന്യൂറോപ്പതി ബാധിക്കുക, കാലിന് ഞരമ്പുകളൊക്കെ പോയിട്ട് കാലിൽ സെൻസേഷൻ പോയിട്ട് കാലുകളിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ടാകുക, കാല് മുറിച്ച് മാറ്റപ്പെടുക, അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. ഓക്കെ, ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം അത് ചെറുപ്രായത്തിലാണ്, കുട്ടികളിലാണ്, അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതൽ സാധാരണയായി കാണുന്നതെന്ന് പറഞ്ഞു. എണ്ണം കുറവാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന വഴിയിൽ വരാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. വിവാഹം, കുടുംബജീവിതം പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക്. ആക്ച്വലി ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നോർമലായിട്ട് ജീവിതം സാധ്യമാണ്. എനിക്ക് തന്നെ അറിയാം, അറ്റ്ലീസ്റ്റ് 2 പേഷ്യൻസ് എങ്കിലും, ഒരാൾ ഇപ്പം ഡെലിവറി കഴിയാൻ കഴിഞ്ഞില്ല, ഡെലിവറി ഉടനെ വരും. 2 പേഷ്യൻസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവർ ടൈപ്പ് 1 ഡയബറ്റീസ് ആയിരുന്നു, കല്യാണം കഴിച്ചു, ഇപ്പം അവർക്ക് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് കുട്ടിയാകാൻ പോവുക. അത് ലേഡീസാണ് 2 പേരും. പക്ഷേ ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരുപക്ഷെ അത് കൃത്യമായിട്ട് ചികിത്സിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാം.